ഹായ് ഫ്രണ്ട്സ്, നമ്മളെ തായ്ലൻഡിലേക്കുള്ള ഷോപ്പിംഗ് ഒക്കെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തായ്ലൻഡിലേക്ക് പോകുന്നത് ഒരു ട്രാവൽ കമ്പനീൻ്റെയും പാക്കേജ് ഇല്ലാതെയാണ് നമ്മൾ തായ്ലൻഡിലേക്ക് പോകുന്നത്. മൊത്തം പ്ലാന് A to Z പ്ലാന് നമ്മൾ തന്നെയാണ് ഇത് പ്ലാൻ ചെയ്തത്. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് തൊട്ടിട്ട് തിരിച്ച് നമ്മൾ വരുന്നത് വരെ എല്ലാ പ്ലാനിങ്ങും നമ്മൾ തന്നെ ചെയ്തത്. ഇതെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ യൂട്യൂബിൽ മുൻപ് തായ്ലൻഡിലേക്ക് പോയവരുടെ അനുഭവങ്ങൾ നോക്കി ഒരുപാട് വീഡിയോ നമ്മൾ റെഫർ ചെയ്തു യൂട്യൂബിൽ. അതിനുശേഷം നമ്മൾ ChatGPT ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു, അതുപോലെ തന്നെ ഗൂഗിളിൽ അന്വേഷിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലാൻ സെറ്റ് ചെയ്തത്. 1.5 മാസം മുൻപ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഒരാൾക്ക് 8500 രൂപയ്ക്ക് നമുക്ക് ഒരു സൈഡിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയിരുന്നു. തിരിച്ചും അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കൊച്ചി ടു ബാങ്കോക്കാണ്. മോർണിംഗിൽ 2:10 തായ് ലയൺ എയർ ഫ്ലൈറ്റിനാണ് നമ്മൾ ബുക്ക് ചെയ്തത്. 7:30 ആകുമ്പോൾ തായ്ലൻഡിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അത് തൊട്ടിട്ടാണ് നമ്മളെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഏതൊക്കെ സൈറ്റിലാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു 3-4 സൈറ്റ് നമ്മൾ റെഫർ ചെയ്തിരുന്നു. അതിലൊന്ന് സ്കൈ സ്കാനർ, അഗോഡയിൽ റെഫർ ചെയ്തായിരുന്നു, ഇക്സിഗോ, പിന്നെ നമ്മൾ Paytm, ഇതുപോലത്തെ ഒരു 4-5 സൈറ്റിൽ നമ്മൾ ഒരുപാട് തവണ സെർച്ച് ചെയ്തിട്ട് ഏറ്റവും കുറവ് ഏതാണ്, ഓഫറുകളുണ്ടോ, കൂപ്പണുകൾ വല്ലതും അപ്ലൈ ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ഓഫർ ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് തന്നെയാണ് ബുക്ക് ചെയ്തത്. അത് നമ്മൾ അങ്ങോട്ടേക്ക് ബുക്ക് ചെയ്തത് Paytm നിന്നും തിരിച്ച് ബുക്ക് ചെയ്തത് സ്കൈ സ്കാനറിനുമാണ്. തിരിച്ച് ബുക്ക് ചെയ്തത് എന്ന് വെച്ചാൽ നമുക്ക് ബാങ്കോക്ക് ടു ബാംഗ്ലൂർ കണക്ഷൻ ഫ്ലൈറ്റാണ് കിട്ടിയത്. ബാങ്കോക്ക് ടു ബാംഗ്ലൂരിൽ നിന്ന് ഒരു 18 മണിക്കൂർ നമുക്ക് അവിടെ വെയിറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് കൊച്ചിയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളെ ഇവിടുത്തെ ഫസ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നേരെ ബാങ്കോക്കിലെത്തും. 2:50 കയറിയ 7:10 ബാങ്കോക്കിലെത്തും. ബാങ്കോക്കിലെത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഓൺ അറൈവൽ വിസയാണ്. പോകുന്നതിന് ഒരു ദിവസം മുൻപ് നമ്മൾ ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. തായ്ലാൻഡ് ഡിജിറ്റൽ കാർഡ് TDC ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് അത് തലേ ദിവസം നമ്മൾ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അത് വേണം. പിന്നെ നമ്മളതിൽ ഒരാളെടുത്ത് 10,000 തായ് ബാത്ത് വേണമെന്നാണ് പറയുന്നത് നമുക്ക് വിസ അവിടുന്ന് തായ്ലാൻഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വേണം, നമ്മളെ പാസ്പോർട്ട് വേണം. ഇതെല്ലാമാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് തായ്ലൻഡിലേക്ക് അവിടുന്ന് ബാങ്കോക്കിൽ എത്തിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ TDC ഫോം നമ്മൾ ഫില്ല് ചെയ്തില്ല, പോകുന്നതിൻ്റെ തലേ ദിവസം മുൻപ് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 7:45 7:30 നമ്മൾ ബാങ്കോക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം പൂർത്തിയാക്കി വിസ പ്രോസസ്സൊക്കെ പൂർത്തിയാക്കിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നേരെ A4 ബസ് ഉണ്ട്. അവിടുന്ന് നമ്മൾ ഇറങ്ങുന്നത് ബാങ്കോക്കിൽ ഡോങ്മോങ് എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അവിടുന്ന് ബാങ്കോക്ക് സിറ്റിയിലേക്ക് ഏകദേശം 1 മണിക്കൂർ ദൂരം യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഡോൺമോങ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് A4 ബസ് ഉണ്ട്. ടെർമിനൽ 1 നിന്ന് A4 ബസ്സിൽ കയറി ബാങ്കോക്കിലേക്ക് എത്തും. ബാങ്കോക്കിലെത്തിയിട്ട് നമ്മളവിടെ ഡാങ്ഡേം കാവോസൻ റോഡ് ഉണ്ട്. ബാങ്കോക്കിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നൈറ്റ് സ്ട്രീറ്റാണ് കാവോസൻ റോഡ്. നമ്മൾ ഡാങ്ഡേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തത്. ഏകദേശം ഒരു ദിവസത്തേക്ക് 1700 രൂപയാണ് നമുക്ക് അവിടെ ചാർജ് ആയിരിക്കുന്നത്. അപ്പോൾ 2 ദിവസം നമ്മൾ ബാങ്കോക്കിലുണ്ട്. ഒരു ദിവസം പട്ടായ, 2 ദിവസം പട്ടോങ്. ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ നമ്മൾ റൂമിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗ്രാൻഡ് പാലസ് പോകാനാണ്. നേരെ അവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് ഫ്രഷായിട്ട് പിന്നെ നേരെ ഗ്രാൻഡ് പാലസ് പോകും. ഗ്രാൻഡ് പാലസിൻ്റെ അടുത്ത് തന്നെയാണ് വാട്ട് ഫോയ് ഉള്ളതും വാട്ട് അരുൺ ഉള്ളതും. അപ്പോൾ ഇത് രണ്ടും ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് തിരിച്ച് കാവോസൻ റോഡിൽ വന്നിട്ട് നമ്മൾ ആ നൈറ്റ് സ്ട്രീറ്റ് കാവോസൻ റോഡ് നൈറ്റ് സ്ട്രീറ്റും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് അന്ന് അവിടെ റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ദിവസം മോർണിംഗിൽ നേരത്തെ എഴുന്നേറ്റിട്ട് സഫാരി വേൾഡിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ഒരു 25 കിലോമീറ്ററോളം ഉണ്ട് എന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പം കണ്ടത്. അപ്പം അടുത്ത ദിവസം മോർണിംഗിൽ നമ്മൾ സഫാരി വേൾഡിൽ പോകും. സഫാരി വേൾഡിൽ ഒരു ദിവസം നമ്മൾ ചിലവഴിക്കും. വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോൾ തിരിച്ച് റൂമിലെത്തിയിട്ട് നമ്മളൊന്ന് ഫ്രഷായിട്ട് ഐക്കോൺസിയം ഏഷ്യാറ്റിക് റിവർ വ്യൂ, അപ്പോൾ ഇത് രണ്ടും
നമ്മൾ കവർ ചെയ്തിട്ട് അന്ന് തിരിച്ച് വീണ്ടും റൂമിലെത്തി റെസ്റ്റ് എടുത്ത് കവസൻ റോഡ് ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ നമ്മൾ പട്ടായയിലേക്ക് പോകാനാണ് തീരുമാനം. പട്ടായയിലേക്ക് ഷെയർ ടാക്സി ഉണ്ടാവും. അപ്പോൾ അതിൽ രാവിലെ നേരത്തെ പട്ടായയിലേക്ക് പോയിട്ട് സാങ്ച്വറി ഓഫ് ട്രൂത്ത്, പട്ടായയിൽ ആദ്യം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. അപ്പോൾ അവിടെ നേരെ പോയിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ അവിടുന്ന് ഡ്രോപ്പായിട്ട് സാങ്ച്വറി ഓഫ് ട്രൂത്ത് കഴിഞ്ഞ് സാങ്ച്വറി ഓഫ് ട്രൂത്ത് നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ടൈഗർ പാർക്കിലും പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലും. അപ്പോൾ ആ ദിവസം സാങ്ച്വറി ഓഫ് ട്രൂത്ത്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ടൈഗർ പാർക്ക്, ഇത്ര ദിവസമാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ദിവസം ഉദ്ദേശിക്കുന്നത്. അന്ന് നൈറ്റിൽ അവിടെ സ്റ്റേ ചെയ്യും. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് നേരെ തിരിച്ച് നമ്മൾ റൂമിലെത്തിയിട്ട് അവിടെ സ്റ്റേ ചെയ്യും. അപ്പോൾ നമ്മളെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഹോളിഡേയ്സ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂമാണ് ബുക്ക് ചെയ്തത്. അവിടെ നമുക്ക് ബുക്ക് ചെയ്യാനായത് 1200 രൂപയാണ് ഈ ഹോളിഡേയ്സ് ഹോം നമ്മൾ ബുക്ക് ചെയ്തത്. അഗോഡയെന്നോ മേക്ക് മൈ ട്രിപ്പ് ആണോ അതിലേതൊരു സൈറ്റിൽ നിന്നാണ് നമ്മൾ ഹോളിഡേ ഹോംസ് ബുക്ക് ചെയ്തത്. പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 500 മീറ്റർ ഏകദേശം വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ നേരെ തിരിച്ച് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ഹോളിഡേയ്സ് ഹോംസിൽ സ്റ്റേ ചെയ്യും. അന്ന് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നേരെ തിരിച്ച് വന്ന് ഹോളിഡേ ഹോംസിൽ നിന്ന് നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് പട്ടായ നൈറ്റ് സ്ട്രീറ്റ് വിസിറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ എന്നിട്ട് അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ മോർണിംഗിൽ നേരത്തെ തന്നെ കോറൽ ഐലൻഡ് വിസിറ്റ് ചെയ്യാനാണ് ഒരു ഹാഫ് ഡേ പ്ലാന്. നേരെ കോറൽ ഐലൻഡിലേക്ക് പോകും. കോറൽ ഐലൻഡിൽ രാവിലെ നമ്മൾ നേരത്തെ പോയിട്ട് അവിടുന്ന് ഫെറി ഉണ്ട്. അപ്പോൾ ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ ഫെറി ഉണ്ട് എന്നാണ് നമ്മൾ സെർച്ച് ചെയ്തപ്പോഴും നമ്മൾ ഈ ഇൻ്റർനെറ്റിലൂടെ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ നേരെ അങ്ങനെ നമ്മൾ രാവിലെ ഫെറി എടുത്തിട്ട് കോറൽ ഐലൻഡിൽ പോകും. ഏകദേശം ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മൾ തിരിച്ചു വരും. കോറൽ ഐലൻഡിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് അങ്ങനെ നേരെ സുവർണഭൂമി എയർപോർട്ടിലേക്കാണ് വരേണ്ടത്. അപ്പോൾ 2 മണിക്ക് നമ്മൾ നേരെ പട്ടായയിൽ നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് സുവർണഭൂമി എയർപോർട്ടിലേക്ക് എത്തും. സുവർണഭൂമി എയർപോർട്ടിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഫുക്കറ്റിലേക്കാണ്. നമുക്ക് സുവർണഭൂമി എയർപോർട്ടിൽ നിന്ന് 7:20 ഫുക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളൊരു 2 മണിക്ക് നേരത്തെ തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒരു 2 മണിക്ക് അവിടെ നിന്ന് കയറി നേരെ സുവർണഭൂമി എയർപോർട്ടിൽ വന്നിട്ട് നമ്മൾ ഫുക്കറ്റിലേക്ക് പോവുകയാണ്. 8:50 ആകുമ്പോൾ ഫുക്കറ്റിലെത്തും. ഫുക്കറ്റിൽ നിന്ന് നേരെ ഒരു ബസ്സുണ്ട്. ഫുക്കറ്റ് എയർപോർട്ടിൻ്റെ പുറത്തുനിന്ന് നമുക്ക് പട്ടോങ്ങിലേക്ക് ബസ് കിട്ടും. പട്ടോങ്ങിലാണ് അന്ന് നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇനി 2 ദിവസം പട്ടോങ്ങിലാണ് സ്റ്റേ ചെയ്യുന്നത്. പട്ടോങ്ങിലേക്ക് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് ഈ ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ നമ്മൾ പട്ടോങ്ങിലെത്തും. പട്ടോങ്ങിൽ നൈറ്റ് സ്ട്രീറ്റ് ഉണ്ട്, പട്ടോങ് നൈറ്റ് സ്ട്രീറ്റ്. പട്ടോങ് നൈറ്റ് സ്ട്രീറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ റൂമിന് ഏകദേശം നമുക്കൊരു 1700 രൂപയാണ് നമുക്ക് ഒരു ദിവസത്തേക്ക് നമുക്ക് റെൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനും കുറഞ്ഞ റൂംസ് കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫാമിലിയൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു മോളുള്ളത് കൊണ്ട് ഞാനും വൈഫും മോളുമാണ് പോകുന്നത്. അപ്പോൾ മോളുള്ളത് കൊണ്ട് നമ്മൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇത് എടുത്തതേ ഉള്ളൂ. ഇതിലും കുറഞ്ഞ ചിലവിൽ നമുക്ക് പോവാം. എന്നാലും ഇത് തന്നെ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നേരെ അപ്പോൾ പട്ടോങ്ങിൽ റൂമിൽ അവിടുന്ന് രാത്രി 8:50 എത്തിക്കഴിഞ്ഞതിന് ശേഷം രാത്രി നേരെ റൂമിലേക്ക് എത്തിയിട്ട് നമ്മൾ അവിടെ റെസ്റ്റ് എടുക്കാനാണ് പ്ലാന്. റൂമിലെത്തിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പട്ടോങ് നൈറ്റ് സ്ട്രീറ്റ് എല്ലാം രാവിലെ ഒരു 4 മണി വരെ ലൈവാണെന്നാണ് ഞാൻ നെറ്റിലൂടെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അന്ന് രാത്രി ഒന്ന് പട്ടോങ് നൈറ്റ് സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് അവിടെ റെസ്റ്റ് എടുത്ത് അതിന് ശേഷം പിറ്റേന്ന് രാവിലെ നേരത്തെ നമുക്ക് പോകേണ്ടത് പിപ്പി ഐലൻഡിലേക്കാണ്. ഈ പിപ്പി ഐലൻഡിലേക്കുള്ള ടിക്കറ്റ് നമ്മൾ തലേ ദിവസം ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ തന്നെ നമ്മൾ പിക്കപ്പ് ചെയ്യും. ചെറിയ ഷെയർ ടാക്സി വാനുകൾ പോലെ ഒരുപാട് വാനുകൾ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ തലേ ദിവസം അവിടെ എത്തിയിട്ട് ബുക്ക് ചെയ്യാനാണ് പ്ലാന്. പിപ്പി ഐലൻഡിലേക്കുള്ള യാത്ര നമ്മൾ തായ്ലൻഡിൽ എത്തിയിട്ട് ബുക്ക് ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ അവർ തന്നെ നമ്മളെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്തോളും. റസാദ പിയർ എന്നും പറഞ്ഞിട്ടുള്ള ഐലൻഡിലേക്കുള്ള സ്പീഡ് ബോട്ടുകളും മറ്റെല്ലാ ബോട്ടുകളും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മളെ ഹോട്ടലിൽ തന്നെ പിക്ക് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ബുക്ക് ചെയ്യുന്നത് ഈ എൻട്രി ടിക്കറ്റും ഇതെല്ലാം ബുക്ക് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്ലൂക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ബുക്ക് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരെ അവിടെ നിന്ന് നമ്മൾ പിക്ക് ചെയ്തിട്ട് അന്ന്
ഫുള്ള് പിപ്പി ഐലൻഡിലാണ്. അന്ന് തിരിച്ച് 5 മണിയാവും നമ്മൾ തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരിച്ച് നേരെ നമ്മൾ പിപ്പി ഐലൻഡിൽ നിന്ന് നേരെ റൂമിലേക്ക് വരും. തിരിച്ചും അവർ റൂമിലേക്ക് ഡ്രോപ്പ് ചെയ്യും. നമ്മൾ ഈ ഒരു പ്ലാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3500 രൂപ എങ്ങാനും ആണ്, 3500-4000 ആ റേഞ്ചിലാണ് പിപ്പി ഐലൻഡിലേക്ക് ഈ ടൂർ പ്ലാനിന് നമുക്ക് ചിലവ് വരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ട് അന്ന് നൈറ്റിൽ പട്ടോങ് നൈറ്റ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ അടുത്ത ദിവസം തിരിച്ചു വരാനുള്ള പ്ലാനാണ്. പട്ടോങ് ബീച്ചും അവിടെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ഭക്ഷണം എക്സ്പ്ലോർ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് റൂമിലെത്തി അന്ന് രാവിലെ 7:50 നമുക്ക് ഫുക്കറ്റിൽ നിന്ന് ബാങ്കോക്കിലേക്ക് തിരിച്ച് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ട് നേരെ എയർപോർട്ടിലെത്താനാണ് നമ്മളെ പ്ലാന്. എന്നിട്ട് രാവിലെ ഒരു 9 മണിയാകുമ്പോഴേക്കും നമ്മൾ ബാങ്കോക്കിലെത്തും. ബാങ്കോക്കിലേക്ക് പിന്നെ ഇനി തിരിച്ച് വരാനുള്ള പ്ലാനാണ്. അപ്പോൾ ബാങ്കോക്കിലേക്ക് ഒരു ചത്തുചക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെവി മാർക്കറ്റ് ഉണ്ട്, വീക്കെൻഡ് മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ ഈ മാർക്കറ്റിൽ വീക്കെൻഡിൽ ശനി ഞായർ മാത്രമുള്ള മാർക്കറ്റാണ്, വലിയൊരു മാർക്കറ്റാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അവിടെ നമ്മളെ പർച്ചേസിംഗ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് വൈകിട്ട് 5 മണിക്കാണ് നമ്മളെ തിരിച്ച് ഫ്ലൈറ്റ്. 5 മണിക്ക് ആ ഫ്ലൈറ്റ് 7:45-8 മണിയാകുമ്പോഴേക്കും ബാംഗ്ലൂർ എത്തും. അപ്പോൾ ബാംഗ്ലൂർ എത്തിയിട്ട് ബാംഗ്ലൂർ ഒന്നെങ്കിൽ എയർപോർട്ടിൽ നിൽക്കും, അല്ലെങ്കിൽ പുറത്ത് ചെറിയൊരു റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് ഉച്ചയ്ക്കാണ് നമുക്ക് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ്. 1 മണിക്ക് കണക്ഷൻ ഫ്ലൈറ്റ്. പിറ്റേന്ന് 7 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് കണക്ഷൻ ഫ്ലൈറ്റ്. ആ കണക്ഷൻ ഫ്ലൈറ്റിന് കൊച്ചിയിൽ വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരിക. ഇത്രയാണ് നമ്മളെ പ്ലാന്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കിയപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അവിടുന്ന് ഗ്രാബ് ടാക്സി, ബോൾട്ട്, ഇത് രണ്ടും നമ്മളെ ട്രാൻസ്പോർട്ടേഷന് ഭയങ്കര ഉപകാരപ്പെടുന്ന 2 ആപ്ലിക്കേഷനാണ്. പിന്നെ ക്ലൂക്ക്, ഇതൊക്കെ നമുക്ക് അവിടെ എത്തിയാൽ ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷനാണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുടെ റിവ്യൂ ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെ പ്ലാന്. അത്ര പെർഫെക്റ്റ് പ്ലാനൊന്നുമല്ല, എന്നാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലാനാണ്. പക്ഷേ പ്ലാന് കുറച്ച് ടൈറ്റാണ് നമ്മളെ പ്ലാൻ. പക്ഷേ നമ്മൾ അവിടെ എത്തിയിട്ട് വെറുതെ റൂമിൽ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മാക്സിമം ടൈറ്റ് ആക്കിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നമ്മൾ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലേ ഇതെല്ലാം മനസ്സിലാവുള്ളൂ. ഇത്രയാണ് നമ്മളെ പ്ലാന്. അപ്പോൾ ഏകദേശം ഈ എൻട്രി ഫീ, ഈ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ അത്യാവശ്യം എൻട്രി ഫീ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം. ക്ലൂക്ക് ആപ്ലിക്കേഷനിലൂടെ നമുക്കിതെല്ലാം ഓൺലൈനായിട്ട് എടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോരോ ദിവസം പോകുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം എടുക്കുക എന്നുള്ള പ്ലാനാണ്. നമ്മൾ ആദ്യം തന്നെ ഫ്ലൈറ്റ് എല്ലാം ബുക്ക് ചെയ്തു, പിന്നെ റൂംസും ബുക്ക് ചെയ്തു. ഇത്ര മാത്രമാണ് നേരത്തെ തന്നെ നമ്മൾ ബുക്ക് ചെയ്തത്. പിന്നെ ഓരോ ദിവസം കഴിയുമ്പോഴേക്കും അടുത്ത ദിവസത്തെ പ്ലാൻ തയ്യാറാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റാണ് പ്ലാന്. റിലാക്സ് ആയിട്ട് നമുക്കിങ്ങനെ കുറേ നേരം റൂംസിലിരിക്കാനോ അങ്ങനത്തെ ഒരു സമയമില്ല. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ പോകുമ്പോൾ അവിടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടാണ് ഇങ്ങനത്തെ നമ്മൾ പ്ലാൻ സെലക്ട് ചെയ്തത്. അത്ര പെർഫെക്റ്റ് പ്ലാനാണെന്നൊന്നും ഞാൻ പറയില്ല. അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ കാണുന്നതിലുപരി നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ഇതേപോലെ റിസർച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടും. അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ തന്നെ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തുടർന്നും വീഡിയോ കാണുക. നമ്മൾ യാത്ര അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ടിട്ട് തിരിച്ചു വരുന്നവരെയുള്ള എല്ലാ വീഡിയോയും കാണുക. അപ്പോൾ തായ്ലൻഡിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കഴിയാവുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ ഓക്കെ, കീപ്പ് വാച്ചിങ്.